മച്ചന്മാരെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് വെളിയിലോട്ടൊക്കെ പോയി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേണം. ഇപ്പോൾ ഇവിടെ വെതറൊക്കെ ക്ലീൻ ആയി തുടങ്ങി, കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങിയടാ. അപ്പം എന്തിനാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഫാമിലും കാര്യങ്ങളിലൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ എൻ്റെ ഈ ചെടിയുടെ പരിപാടികളൊക്കെ. ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഉണ്ടല്ലോ, ഇതിൽ കിടന്ന് സീറ്റ് ബെൽറ്റിൻ്റെ അലാറം അടിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതെന്തോന്ന് പരിപാടി ഇവിടെ ഈ കിടന്ന് അലാറം അടിക്കുന്നത്. ഈ എൻ്റെ വണ്ടിയുടെ പാസഞ്ചർ സീറ്റിലെ സീറ്റ് ബെൽറ്റ് സെൻസേഴ്സ് അടിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്തോ ഇപ്പോൾ ഇനി അത് ശരിയാക്കണം. ഓരോ സമയം ഓരോ പണികൾ പല സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. എപ്പം നോക്കിയാലും ഇതാണ് ഈ വണ്ടി കുഴപ്പം. കഷ്ടകാലം. ഇപ്പോൾ എത്തും കേട്ടോ ഫാം എത്തിയിട്ട് കാണിച്ചു തരാം. ആ ഫാം എന്ന് പറയാനൊന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടികളൊക്കെ കുറവാണ്. നേരത്തെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറേയൊക്കെ കുറച്ച്, കാരണം ജോലിയും തിരക്കൊക്കെ ആയപ്പോൾ എല്ലാം കൂടെ നടക്കണില്ല. പാടാണ്. ഇത് വലിയ വരുമാനമൊന്നും ഇല്ലല്ലോ, നമ്മൾ ഹോബിയായിട്ടല്ലേ നടത്തുന്നത്. അപ്പം വരുമാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. ഫാമിലെത്തി കേട്ടോ ഗൈസ്. ഇതുണ്ട് ഇവിടെ അത്രയും നട്ടയ്ക്കുന്ന ആപ്പിളാണ്. ഇപ്പം ഇവിടെ വിൻ്റർ മാറി സ്പ്രിങ്ങായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാകുമ്പോൾ അതാണ് ഇലയൊക്കെ വന്ന് തുടങ്ങി. ഇതാണ് ഇതുണ്ട്, അടിപൊളിയില്ലേ. ഇതാണ് പ്ലം. ചെറിയ പ്ലമ്മാണ്, പക്ഷെ ഭയങ്കര മുടിഞ്ഞ ടേസ്റ്റാണിത്. ഇത് വേറൊരു ടൈപ്പ് പ്ലം, പക്ഷേ ഇത് അധികം വലുതാവില്ല. ഇത് ഡ്വാർഫ് ടൈപ്പാണ്. വേണ്ട, അവിടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് പിന്നെ ആൾക്കാർ അവിടെ ഇതുവഴി, ഇതാണ് റോഡ്. വേറെ ഇത് ചെറിയ നമ്മൾ ഈ ലീസിന് എടുക്കുന്ന പ്ലോട്ടാണ്. നമ്മൾ നാട്ടിൽ പാട്ടത്തിനൊക്കെ എടുക്കുമെന്ന് പറയുന്നത്, അതേപോലെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് തരുന്നതാണ്. അപ്പം ഇതുവഴിക്ക് ആൾക്കാർ വണ്ടി ഓടിച്ചു പോകും. അപ്പോൾ അവർക്കത് ആ പ്ലം വളർന്ന് അങ്ങോട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. ഇതാണ് ഒരു കുറ്റി. ഇത് വളർന്ന് അങ്ങോട്ട് പോയി. പക്ഷേ നല്ല ടേസ്റ്റുള്ള പ്ലമ്മായിരുന്നു. അതിന് വെട്ടിക്കളയേണ്ടി വന്നു. കുഴപ്പമില്ല, ഞാൻ അതിൽ നിന്നൊരു കമ്പെടുത്ത് എൻ്റെ വീട്ടിലൊരു മരത്തിൽ ഒരു പ്ലമ്മുണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ ചുറ്റിലും എനിക്ക് വലയുണ്ടായിരുന്നു, നെറ്റിങ് ഫെൻസ് ഉണ്ടായിരുന്നേ. ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. നടുക്ക് നിൽക്കുന്ന ഒരു മുതുക് മരം ഉണ്ടായിരുന്നു, അതിനെയും മുറിച്ച് കളഞ്ഞ്. പിന്നെ ഇവിടെ നിൽക്കുന്നത് ഇത് വലിയ മരം ചെറിയാണ്. ഇതൊരു വേറെ ടൈപ്പ് മരം. പിന്നെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ ഫിഗാണ്, ഫിഗ് അത്തിപ്പഴം. ഇവിടെ ഒരു ഇഡലോസ്കി പേർ ട്രീ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ അത് അടിയിൽ നിന്ന് അതിൻ്റെ ഇത് പൊടിച്ചു വരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പൊടിച്ചു വന്നിരുന്നെങ്കിൽ നിർത്തായിരുന്നു. പക്ഷേ അത് ഒത്തിരി വലുതായിപ്പോയി. വലുതാവുന്നത് മാത്രമല്ല, ഇത് എല്ലാം കഴിക്കാൻ ആളില്ല. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു പേരാണ്. പിന്നെ ഇതൊരു ചെറി. അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് പ്രൂണിങ് ഉണ്ട് കേട്ടോ, ഞാൻ അത് കഴിയട്ടെ. ഇതെൻ്റെ പീച്ച് ട്രീ ആണ്. കണ്ട, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, നല്ല ഭംഗിയാണ് ഇതിൽ ഫ്ലവർ വരുമ്പം കാണാൻ. ഇത് നമ്മുടെ നാട്ടിൽ സബർ ജല്ലി, പിന്നെ ഏഷ്യൻ പേർ എന്നൊക്കെ പറയും. അതും അടിപൊളിയായിട്ട് പൂക്കും. ഈ വർഷം എല്ലാത്തിലും പൂവുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വർഷം എല്ലാത്തിൽ നിന്നും കായും കിട്ടും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിൽക്കുന്ന മരമില്ല, ഈ പുറകെ നിൽക്കുന്ന മരം, ഇതിനെ വെട്ടിയിടണം. ഇതാണ് ഇന്നത്തെ ടാസ്ക്. എന്നാൽ ഇത് ഒത്തിരി അങ്ങ് വളർന്നു പോയി, ഇത്രയും വളരാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെയും ഇതിൻ്റെ ഒരു തൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയും കൂടെ ചേർത്ത് ഞാൻ ഇത് മുറിച്ച് പ്രൂൺ ചെയ്തിട്ട് കാണിക്കാമേ. ഇത് പ്രൂൺ ചെയ്യുമ്പം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറ്റുന്നതൊക്കെ ചെയ്താൽ. അപ്പോൾ ഗായ്സ്, ഈ പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. കാരണം എൻ്റെ ഒരു ഇലക്ട്രിക് പ്രൂണറുണ്ട്, ഇത് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അടയ്ക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ ബാറ്ററി പവർഡാണ്. ഇത് ഇതിൻ്റെ അകത്ത് കൈയായി പോയി കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഇത് വെച്ച് ഇങ്ങനെ പ്രൂൺ ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ വയ്ക്കുകയാണെങ്കിൽ ഇത്രയുള്ള പരിപാടി നമുക്ക് കണ്ടാ തീർന്നു. ഇനി അതിനെ ചെറുതായിട്ട് ചന്നം പിന്നെ മുറിച്ച് ഇതിനകത്തിടും. അപ്പോൾ ഗായ്സ്, പ്രൂണിങ് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് മരം ഇരിക്കുന്നതെന്ന്. പ്രൂണിങ് കഴിഞ്ഞു. മരമൊക്കെ പീസസൊക്കെ നല്ലതായിട്ട് മുറിച്ച് ഇതിൽ വീൽ ബാരലാക്കിയിട്ടുണ്ട്. ഇതിപ്പം ബേസിക്കലി കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഒരു കാട് പിടിച്ച് വളർന്നു നിന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ നല്ല പ്രൂൺ ചെയ്ത് നടുക്കത്തെ കമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞു. അപ്പോൾ നല്ലൊരു എയർ ഫ്ലോ ഒക്കെ കിട്ടും. ഇത് 1-2 നിർത്തിയിരിക്കുന്നത് കാരണം ഇതിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടായ അത്തിപ്പഴമുണ്ട്. അപ്പോൾ അത് കുറേ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. കാരണം അത്രയും കായ്ക്കുമ്പോൾ ഉണ്ടല്ലോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നീ ബേഡ്സ് കൊണ്ടുപോകും, അല്ലെങ്കിൽ എല്ലാം കൂടെ അഴുകി. ഇവിടെ UK ഭയങ്കര മഴയാണ് എപ്പോഴും. അപ്പം അഴുകി നാശമാവും. ഇതാകുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ ഉള്ളപ്പം അതവർ മഴ പെയ്താലും ഇത് പഴുത്ത് വരുന്ന സമയത്ത് നമുക്ക് അത് പെട്ടെന്ന് ഉണങ്ങും. വെയിൽ മഴ നിൽക്കുമ്പോഴേ
ഇത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഈ കമ്പളിലുണ്ട്. ഈ കമ്പളിൽ അറ്റത്ത് കാണുന്നുണ്ട്. കുറച്ചുകൂടി നിർത്താമായിരുന്നു, പക്ഷേ പ്രൂൺ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആംഗിളിൽ മുറിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ മരത്തിൻ്റെ പണി കഴിഞ്ഞു. On to the next one. What are you doing? I'm gonna go burn a stick. Yeah. Have a fire. Only dry sticks. This is dry. Let's see. Not through there. Need to open the lid first. Oh, it's hot. Not yet, not yet. Don't touch it. Ayyo. No, no Nathan. അപ്പോൾ ഗായ്സ് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ കുറച്ച് റബ്ബിഷൊക്കെ എടുത്ത് ബാറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെയൊക്കെ കത്തിക്കാൻ പറ്റത്തുള്ളൂ. അതും സ്മോക്ക് ഫ്രീ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ സൺസെറ്റിന് ശേഷം തീയിടാം എന്നാണ് നിയമം. എന്നാലും നെയ്ബേഴ്സിൻ്റെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? കാരണം ഇവിടുത്തെ വീടുകളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീടുകളാണ്. ഞങ്ങളത് ഇതാണ്. അപ്പം അതനുസരിച്ച് അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഫയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പിള്ളേർ വന്ന് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഗായ്സ് അത്രയേ ഉള്ളൂ. ഇന്ന് അധികം പരിപാടിയൊന്നും നടന്നില്ല. ഇന്ന് വെറുതെ പ്ലോട്ടിൽ പോയി കുറച്ച് അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കുറച്ച് 2 മരമൊക്കെ പ്രൂൺ ചെയ്തു. അത് കഴിഞ്ഞ് വേറെ 1-2 മരങ്ങൾ ഞാൻ പ്രൂൺ ചെയ്തായിരുന്നു. അതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കും. ബാക്കി നമ്മൾ കത്തിച്ചളയും. ഇവിടെയുള്ള കുറച്ച് റബ്ബിഷൊക്കെ ഇപ്പം ഗാർഡൻ ക്ലീനിങ് ആണ്. ഇപ്പോൾ ഉള്ള സ്പ്രിങ് ആയില്ലേ, അപ്പം ഗാർഡൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ ബൈ.